മട്ടാഞ്ചേരി ജൂയിഷ് ടൗണിലേക്ക് ഒരു യാത്ര അതിന്റെ കുറെ നാളായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. ആ ആഗ്രഹത്തിന് പിന്നിലുള്ള പ്രധാന കാരണം അവിടെ തന്നെ ജീവിച്ചു മരണപ്പെട്ട അവസാന ജൂതശ്രീയായ ക്യൂനി ഹലിക്യോയുടെ എവിടെ വെച്ചോ കേട്ടു മറന്ന കഥ തന്നെയാവാം. എന്റെ ആഗ്രഹത്തിന് കൂട്ടുപിടിച്ച് എന്റെ കസിൻസും എന്നോടൊപ്പം യാത്രയ്ക്ക് തിരിച്ചു. രാവിലെ 5:45 ട്രെയിനിൽ മട്ടാഞ്ചേരിയിലേക്ക് നമ്മൾ യാത്ര തുടങ്ങി. ഏകദേശം 9:30 ഞങ്ങൾ എറണാകുളം ടൗൺ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് തന്നെ ഒരു പ്രൈവറ്റ് ബസ്സിൽ ഞങ്ങൾ മട്ടാഞ്ചേരിയിലേക്ക് തിരിച്ചു. പോകുന്ന വഴിക്ക് മറൈൻ ഡ്രൈവും ഷിപ്പ്യാർഡും വലിയ കൂറ്റൻ ഷിപ്പുകളും ഒക്കെ കണ്ട് തികച്ചും എറണാകുളത്തിന്റെ ഹൃദയത്തിലൂടെ തന്നെയായിരുന്നു ആ യാത്ര. ആളുകളോട് ഞാൻ അങ്ങനെ പെട്ടെന്ന് സംസാരിച്ചു തുടങ്ങാറില്ല. എവിടെയോ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ആണ്. ആക്ച്വലി യാത്രക്കിടയിൽ സംസാരിക്കുന്നതേ ഇഷ്ടമല്ല. കൂടെ കൊണ്ടുപോയ അനിയന്മാരാവട്ടെ അക്കാര്യത്തിൽ എന്നെക്കാളും മോശമാണ്. അതുകൊണ്ട് വഴി ചോദിക്കലും മറ്റും കാത്തുവിന്റെ ഡ്യൂട്ടി ആയിരുന്നു. അവൾ ബസ്സിൽ അടുത്തിരിക്കുന്ന ആന്റിയോട് എന്തൊക്കെയോ ചോദിക്കുന്നു പറയുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ബസിന്റെ അവസാന സ്റ്റോപ്പായ ജൂയിഷ് ടൗണിന് മുന്നേ ബസ് നിർത്തി. ജൂ ടൗണിന്റെ മുന്നിലെത്തിയപ്പോഴേ മറ്റേതോ സ്ഥലത്തെത്തിയ ഒരു അനുഭൂതിയായിരുന്നു. കൊച്ചിയിലെ തിരക്കിട്ട ജീവിതത്തിനിടയിൽ വളരെ ശാന്തവും സുന്ദരവുമായ ഒരു പ്രദേശം. ജൂയിഷ് ടൗണിന്റെ ആ വീതിയിലേക്ക് വാഹനങ്ങൾ കടത്തിവിടാത്തത് കൊണ്ട് തന്നെ വാഹനങ്ങളുടെ ബഹളവുമില്ല. ജൂ ടൗൺ എന്ന ബോർഡാണ് എന്റെ ശ്രദ്ധയിൽ ആദ്യം പെട്ടത്. ഹീബ്രുവിന് സമാനമായ ഒരു ഫോണ്ടിലാണ് ആ ബോർഡ് എഴുതിയിരിക്കുന്നത്. കൊച്ചി രാജാവ് ജൂത സമൂഹത്തിന് നൽകിയ സമ്മാനം. മട്ടാന എന്ന ഹീബ്രു വാക്കിന്റെ അർത്ഥവും അതുതന്നെയാണ്. അങ്ങനെയാണ് ഈ പ്രദേശത്തിന് മട്ടാഞ്ചേരി എന്ന പേര് ലഭിക്കുന്നത്. ജൂ ടൗണിലേക്ക് കടക്കും മുന്നേ വലതു ഭാഗത്തായി പോർച്ചുഗീസുകാർ കൊച്ചി രാജാവിന് നിർമ്മിച്ചു നൽകിയ കൊട്ടാരം കാണാം. കൊട്ടാരത്തിലേക്ക് അവസാനം വരാം എന്ന് തീരുമാനിച്ച് ഞങ്ങൾ ജൂ ടൗണിലേക്ക് പ്രവേശിച്ചു. ടൗണിന്റെ ഇരുവശവും മനോഹരങ്ങളായ കരകൗശല വസ്തുക്കൾ നിറഞ്ഞിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് നല്ല സുഗന്ധമുള്ള തിരികളും മറ്റു വസ്തുക്കളും വിൽക്കുന്ന കടകളും കാണാം. ടൂറിസ്റ്റുകൾക്ക് വേണ്ടി അണിയിച്ചൊരുക്കിയ ഒരു തെരുവ്, അവരെ ആകർഷിക്കുന്ന രീതിയിലുള്ള സുവനീർ കടകൾ. പക്ഷേ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ എല്ലാത്തിനും ചരിത്രത്തിന്റെയും പഴമയുടെയും ജൂത സമൂഹത്തിന്റെ തനത് ശൈലിയുടെയും ഒക്കെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അങ്ങനെ അങ്ങ് ദൂരെയായി ഞങ്ങൾ തേടിയെത്തിയ പർദേശി സിനഗോഗിന്റെ ഗോപുരം കണ്ടു. സിനഗോഗിലേക്ക് എത്തുന്നതിന് തൊട്ടു മുന്നേ വലതുവശത്തായി വ്യത്യസ്തമായി പൂട്ടിക്കിടക്കുന്ന ഒരു കെട്ടിടം ശ്രദ്ധയിൽപ്പെട്ടു. പിന്നെയാണ് അതിനു മുന്നിൽ എഴുതി വച്ചിരിക്കുന്ന കുറച്ച് വാചകങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത്. മട്ടാഞ്ചേരിയിലെ അവസാന ജൂത വിവാഹം ഇവിടെ വച്ചാണ് നടന്നത്. കഴിഞ്ഞ കുറച്ചു നാളായി ഈ കെട്ടിടം ആർട്ട് കൾച്ചറൽ എക്സിബിഷൻസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. തനതായ രീതിയിൽ സംരക്ഷിച്ചു പോകുന്ന ഈ കെട്ടിടങ്ങളാണ് ഈ തെരുവിന്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ആ കെട്ടിടവും കടന്ന് സിനഗോഗിന്റെ മുന്നിലെത്തി. സിനഗോഗിന്റെ മുന്നിലായി പൂവിട്ട് നിൽക്കുന്ന ബോഗൺവില്ലയ്ക്ക് തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. 10 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ സിനഗോഗിലേക്ക് കയറി. പല നിറത്തിലും ആകൃതിയിലുമുള്ള ഷാൻഡിയേഴ്സിന്റെ ഒരു കൂട്ടമാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. 1567 ഈ സിനഗോഗ് പണി കഴിപ്പിച്ചത്. കോമൺവെൽത്ത് രാജ്യങ്ങളിൽ തന്നെ ഏറ്റവും പഴക്കമുള്ള സിനഗോഗായാണ് ഈ ജൂതപ്പള്ളി അറിയപ്പെടുന്നത്. ചൈനയിൽ നിന്നും എത്തിച്ച കൈകൾ കൊണ്ട് ചായം നൽകിയ നീലയും വെളുപ്പും നിറമുള്ള ചിത്രങ്ങളോട് കൂടിയ കാന്റണീസ് ടൈൽസ് ഈ സിനഗോഗിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ബെൽജിയൻ ഷാൻലിയറുകളും കോപ്പർ പ്ലേറ്റ് ഇൻസ്ക്രിപ്ഷനും ജൂതന്മാരുടെ വിശുദ്ധ ഗ്രന്ഥമായ ടോറയുമെല്ലാം നമുക്കതിനുള്ളിൽ കാണാം. സിനഗോഗിന്റെ ഹാളിന്റെ പിൻവശത്തായി സന്ദർശകർക്ക് ഇരിക്കാനുള്ള കുറച്ച് ബെഞ്ചുകളുമുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയം കുറച്ച് വിദേശ സഞ്ചാരികൾ അവിടെ എത്തി. അവർ അവിടെമെല്ലാം കാണുന്നത് കണ്ട് ഞങ്ങൾ സിനഗോഗിൽ നിന്ന് ഇറങ്ങി. സിനഗോഗിന്റെ പുറത്തായി അവിടുത്തെ ചരിത്രം ചിത്രങ്ങളായി പ്രദർശിപ്പിക്കുന്ന ഒരു ആർട്ട് ഗാലറി ഉണ്ട്. അവിടെ കയറി ചിത്രങ്ങളിലൂടെ ഒന്ന് വേഗം കണ്ണോടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്നും മടങ്ങി. പിന്നെ യാത്ര ജൂ സെമെട്രിയിലേക്കായിരുന്നു. എന്നാൽ സെമെട്രിയുടെ മുന്നിലെത്തിയപ്പോഴാണ് സന്ദർശകർക്ക് അവിടേക്ക് പ്രവേശനമില്ല എന്ന കാര്യം അറിയുന്നത്. ഇവിടെ എവിടെയോ ആണ്
മട്ടാഞ്ചേരിയിലെ അവസാന ജ്യോതിശ്രീയായ ക്യൂനി ഹലിഗ്വയെ സംസ്കരിച്ചിരിക്കുന്നതെന്ന് എവിടെയോ കേട്ടുമറന്നൊരു ഓർമ്മ അപ്പോൾ വന്നു. പിന്നെ ഞങ്ങൾ സെമിട്രിയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയുള്ള പോലീസ് എക്സിബിഷനിലേക്ക് ഒന്ന് കയറുകയായിരുന്നു. തികച്ചും ഫ്രീ ആയിട്ടൊരു എക്സിബിഷൻ. പോലീസിന്റെ ഇതുവരെയുള്ള ചരിത്രം ഞങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചു. അടുത്തത് നേരെ ജൂ ടൗണിന് പുറത്തിറങ്ങി കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു. ഡച്ച് കൊട്ടാരം എന്നറിയപ്പെടുന്ന മട്ടാഞ്ചേരി കൊട്ടാരം. കൊട്ടാരത്തോട് ചേർന്ന് തന്നെ ഒരു ക്ഷേത്രവുമുണ്ട്. പോർച്ചുഗീസുകാരാണ് ഇത് പണി കഴിപ്പിച്ചത്. പിന്നീട് അവർ കൊച്ചി രാജാവായിരുന്ന വീര കേരളവർമ്മയ്ക്ക് ഈ കൊട്ടാരം സമ്മാനമായി നൽകുകയായിരുന്നു. ഹിന്ദു അമ്പലങ്ങളിൽ കാണപ്പെടുന്ന തരം മ്യൂറൽ ചിത്രപ്പണികൾ പൂർത്തിയായവയും പകുതി മാത്രം പൂർത്തിയായവയും ഒക്കെ ഇവിടെ കാണാം. ചിത്രമെടുക്കാൻ പാടില്ല എന്ന് എഴുതി വച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഉൾഭാഗം ചിത്രീകരിക്കേണ്ട എന്നായിരുന്നു തീരുമാനം. എന്നാൽ അകത്ത് കയറിയപ്പോഴാണ് അറിഞ്ഞത് ഞങ്ങൾ ഒഴികെ ബാക്കി എല്ലാവരും നന്നായി ഫോട്ടോ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവസാനം വളരെ കുറച്ച് ചിത്രങ്ങൾ മാത്രം ഞങ്ങളും എടുത്തു. ഈ പ്രദേശത്തുണ്ടായിരുന്ന ഒരു അമ്പലം നശിപ്പിച്ചു കൊള്ളയടിച്ചതിൽ കൊച്ചി രാജാവിനുണ്ടായിരുന്ന അപ്രീതി ഇല്ലാതാക്കാനായി പോർച്ചുഗീസുകാർ പണി കഴിപ്പിച്ചു നൽകിയത് കൊണ്ട് തന്നെ അമ്പലങ്ങളിൽ കാണപ്പെടുന്ന കൊത്തുപണികളും ചിത്രങ്ങളും ധാരാളമായി ഈ കൊട്ടാരത്തിലും കാണാൻ സാധിക്കും. അങ്ങനെ കൊട്ടാരത്തിൽ നിന്നും ഇറങ്ങി അവിടെയുള്ള സുവനീർ കടകളിൽ നിന്നും കുറച്ച് സാധനങ്ങളും വാങ്ങി അവിടെ തന്നെ അടുത്തുണ്ടായിരുന്ന കായലിന്റെ ഒരു ബ്യൂട്ടിഫുൾ സീനറി ബോണസ് പോയിന്റ് ആയി എടുത്ത് ഞങ്ങൾ അവിടെ നിന്നും മടങ്ങി. അവിടെ നിന്ന് തന്നെ ഞങ്ങൾക്ക് ബസ് കയറാമായിരുന്നു. പക്ഷെ ബോട്ടിൽ കയറാനുള്ള ഒരു പ്ലാൻ കൂടി ഈ ട്രിപ്പിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു 1.5 കിലോമീറ്റർ നടന്ന് ബോട്ട് ജെട്ടിയിൽ നിന്ന് ബോട്ട് കയറി. ആ നടത്തത്തിനിടെ പട്ടികളെ പോലെ റോഡിലൂടെ നടക്കുന്ന ആടുകൾ ഒരു പ്രത്യേക കാഴ്ച തന്നെയായിരുന്നു. ബോട്ട് കയറി നേരെ മറൈൻ ഡ്രൈവിലേക്ക്. നമ്മൾ ബോട്ട് ജെട്ടിയിലെത്തിയിരിക്കുന്നു. നേരെ മറൈൻ ഡ്രൈവിലേക്കാണ് നമ്മുടെ യാത്ര. അവിടെ നിന്ന് ഭക്ഷണവും കഴിച്ച് കുറച്ചു നേരം വിശ്രമിച്ചു. മറൈൻ ഡ്രൈവിലെ ആ കാറ്റൊക്കെ ഏറ്റ് കുറച്ചു നേരം അവിടെ അങ്ങനെയിരുന്നു. പിന്നെ 5 മണിയോടെ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഞാനും കാത്തും അപ്പവും തിരിച്ച് ചിറയൻകീഴിലേക്ക് ടിക്കറ്റ് എടുത്തു. കുട്ടുവിന് കോളേജിൽ അടുത്ത ദിവസം പോവേണ്ടത് കൊണ്ട് അവൻ തൃശ്ശൂരിലേക്കും ടിക്കറ്റ് എടുത്തു. അങ്ങനെ എന്റെ കൊച്ചി മോഹത്തിന് ഒരു അവസാനമായി. എന്നാൽ ഇനിയും പൂർത്തിയാകാത്ത എത്രയോ യാത്രകളുടെ ഭാരവുമായി ഞാൻ തിരികെ വീട്ടിലേക്ക്.